ഇത് വിച്ച് കൺട്രി ഫ്രം? റുമേനിയ എന്നാണ് രുദ്രിക ആൻഡ് കോതു. കോതു അതാണ് ഇവരുടെ പേര്. യു ആർ ഹിയർ ഓൺലി ഓർ just came for visit? No, we stay here 3 months. Oh, 3 months. Yes. And when you are going back? 11 March. 11 March? Yes. Okay. Just a week. Okay. Thank you. Okay. Nice to meet you. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈശ ധ്യാനലിംഗ യോഗ ക്ഷേത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള നമ്മളുടെ യാത്ര തുടരുകയാണ്. നമ്മളപ്പോൾ പശു, കാള എന്നിവയെല്ലാം കണ്ടു. അതുമാത്രമല്ല ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു, ഇതാ കഴുതക്കൂട്ടങ്ങൾ. കഴുത, അതേമാതിരി തന്നെ ആട്. ഈ ആടും കഴുതയുമൊക്കെ എന്തിനാണ് ഇവിടെ എന്നുള്ളത് നമുക്കറിയില്ല. ഇതെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ആട്, ഇത് നല്ല മുട്ടനാട്, സൂപ്പർ വലിയൊരാട്. നായ്ക്കളടക്കമുണ്ട്. എന്താ ഓരോ നായ്ക്കൾ, ഏതൊക്കെയോ ഇനത്തിൽപ്പെട്ട കുറേ നായ്ക്കളെ ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഇതെല്ലാം എന്തിനാണെന്ന് അറിയില്ല. ഇതെല്ലാം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അവിടെയൊക്കെ നായ, കന്നി നായകൾ. അപ്പോൾ ഇവിടെ പശുവുണ്ട്, കാളയുണ്ട്. കാള നമുക്ക് മനസ്സിലായി, ശിവനുമായിട്ട് ഒരു ബന്ധമുണ്ട്. പക്ഷേ കോഴിയുണ്ട് ഇവിടെ. അതേമാതിരി കഴുത, പശു, നായ, ഇതിനൊക്കെ എന്താണ് ശിവനുമായിട്ട് ബന്ധം എന്ന് നമുക്കറിയാം. കുതിര, ഇതൊക്കെ ആയിട്ട് എന്താണ് ബന്ധമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ആരോടെങ്കിലും ചോദിക്കണം. ഇല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇതൊന്നും ഇല്ല. എന്താ കുതിര, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ഇങ്ങനെ യൂറോപ്യൻസും ഒക്കെയാണ്. റുമാനിയെന്ന് ഒരു കൂട്ടർ വന്നിരുന്നു. ഇത് എവിടുന്നാണ്? ജർമ്മനിയിൽ നിന്ന് വന്നിരുന്നു. ഇവരെവിടുന്നാണ്? ഇവർ ജർമ്മനി. അല്ല, ജർമ്മനിയിലത്തെ വേറൊരു കൂട്ടരെയും കണ്ടു. അവരുടെ പേര് നമുക്ക് ഗുദ്രു അങ്ങനെ എന്തൊക്കെയാണ്. ഒന്ന് റോധിക, നമ്മുടെ രാധികമാതിരി രോധിക. ഇതവിടെ കാണും. ഇവിടെ സ്റ്റേ ചെയ്യേണ്ടത് അവർ 2-3 മാസമൊക്കെ ആയിട്ട്. ഇവിടെ അങ്ങനെ നഴ്സറി പണ്ട് നമ്മളുടെ പൂച്ചെടികൾ, കാര്യങ്ങൾ, അതൊക്കെ അങ്ങനെ നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങിയിട്ട്. ഷോപ്പിംഗ് കോംപ്ലക്സ്. ഈവൻ ശ്രീലങ്കൻസ് ഉണ്ട് ഇവിടെ. ഷോപ്പിംഗ് കോംപ്ലക്സ്. അതെ, ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഒരുപാട് സംഗതികൾ ഇവിടെ കാണാനും അതേമാതിരി നിങ്ങൾക്ക് വാങ്ങിക്കാനും ഒക്കെ പറ്റും. പൂച്ചെടികൾ വളർത്താനുള്ള ചട്ടികൾ. അതിന് ഇതൊന്നും നമ്മൾ ഒരു കൊല്ലം മുമ്പ് ഞാൻ വരുമ്പോൾ ഇതൊന്നും ഇല്ല ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അവിടെ ചട്ടികൾ. അതെ ഒരുപാട് സംഗതികൾ. അഗ്രോണമിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, എന്താണ് V&V ഓർഗാനിക്സ് ആൻഡ് അഗ്രോണമിക്സ് പ്രോഡക്റ്റ്. ഇവിടെ ഇതൊക്കെ ഓർഗാനിക് എന്തൊക്കെയോ പ്രൊഡക്റ്റുകളാണ്. ഇത് നമ്മളുടെ തലയണകൾ. ഒരുപാട് ഇത് നിങ്ങളെ വരച്ചു തരും. നിങ്ങളെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ വരച്ചു തരും. ഒരു ചിത്രത്തിന് എത്രയാണെന്ന് അറിയില്ല, ഒരു പിക്ചറിന്. അപ്പം നമ്മൾ ഈ പുള്ളിയുടെ മുമ്പിൽ 10 മിനിറ്റ് ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിയില്ല. നമ്മളെ ഇതേമാതിരി നമ്മളുടെ മുഖം ഒന്ന് എത്രയും വലിയ ഒരു പേപ്പറിൽ വരച്ച് അതിനെ നല്ലൊരു പ്ലാസ്റ്റിക് കവറിൽ, പോളിത്തീൻ കവറിലാക്കി തരും. നമ്മളെ അതേപടി വരയ്ക്കും. നമ്മളുടെ ഒരു പിക്ചർ അവിടെ വരപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളി വേറെ ഏതിലും ബിസിയാണ്. അപ്പോൾ നമ്മളടുത്ത് പോയിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പോയിട്ട് നമ്മൾ അപ്പം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വരാൻ പറ്റുന്നതെന്ന് തോന്നുന്നില്ല. ഇവിടെ എന്തൊക്കെയോ എന്തിൻ്റെയാണിത്? നമ്മളുടെ നെല്ലുകൊണ്ടൊക്കെയുള്ള, നമ്മളൊക്കെ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കി വെച്ച സംഭവങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ കുറേ എന്തൊക്കെയോ ഇതെല്ലാം പുല്ലോ വൈക്കോലോ ഒക്കെ കൊണ്ട് വെട്ടിയുണ്ടാക്കിയിട്ടുള്ള മാലകളും, അങ്ങനെ കൗതുകകരമായിട്ടുള്ള നമ്മളുടെ തെങ്ങിൻ്റെ ഓല കൊണ്ടും പനയുടെ ഓല കൊണ്ടും ഒക്കെ കിട്ടുന്ന മുള, അതൊക്കെ കൊണ്ടുള്ള ഓരോ വിഭവങ്ങളും. ഇതൊക്കെ നമ്മളുടെ രാമച്ചത്തിൻ്റെ മണമാണ് ഇവിടെ മുഴുവൻ വരുന്നത്. രാമച്ചത്തിൻ്റെ മാലകളാണിതൊക്കെ. രാമച്ചം കൊണ്ടുള്ള ആ ഒരു മാലകളും ഒക്കെയാണ് ഇവിടെ. അതേമാതിരി തന്നെയാണ് എന്താണിത് ഇവിടെ കർട്ടനുകൾ, അങ്ങനെ സൂപ്പർ സംഭവങ്ങൾ, നല്ല ഡിസൈനുള്ള സംഭവങ്ങളൊക്കെ. നമ്മളുടെ
കൈവല്യം ഹാൻഡ്ലൂം സാരികൾ, ഹാൻഡ്ലൂം സാരികൾ, തുണിത്തരങ്ങൾ, ബെഡ്ഷീറ്റ്, അങ്ങനത്തെ ഒക്കെ ടവല് അതൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ കുറേ നല്ല രസമുള്ള ഒരു ഷോപ്പിംഗ് ഇതെന്ന് പറയാം നമുക്ക്. കരകൗശലമായിട്ടുള്ള നമ്മളുടെ നേരത്തെ കണ്ട മാതിരി ഓലയും കൊണ്ടും അതും കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ വിശറിയും പായ, ചെറിയ ഹാൻഡ് ബാഗുകൾ, തൊപ്പി, അങ്ങനെയുള്ള പല സാധനങ്ങൾ ഇവിടെ. പിന്നെയും ചുരിദാറ്, നമ്മളുടെ നൈറ്റി, അങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് എന്തൊക്കെയോ സാധനങ്ങൾ. നമുക്ക് കുറേ പൈസയും കയ്യിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ചിലവാക്കിയിട്ട് പോകാം. അതൊക്കെ വല്യമ്മ എന്തെങ്കിലും വാങ്ങിച്ചോ? ഇല്ല. ഇവിടെ കുറേ സ്ക്വാഷ്, അതൊക്കെ ജെല്ലി, സ്വീറ്റ്സ് അതൊക്കെ വിൽക്കുന്നൊരു കട. കാതിലുള്ള കമ്മൽ, പെൺകുട്ടികളെ ആകർഷിക്കാനുള്ള മാല, വള, അങ്ങനത്തെ കുറേ ഡബ്ബകളിലാക്കിയിട്ട് കുറേ പലഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇവിടെ മുഴുവൻ കർട്ടനാണ്. ഇതൊക്കെ കർട്ടനാണ്. പല ഡിസൈനിലും പല കളറിലും ഒക്കെ ഉള്ള കർട്ടനുകളാണ് ഈ കാണുന്നത്. ഇത് വിത്താണിത്. ഇത് എന്തിൻ്റെ വിത്താണിത്? തെങ്ങ്, പൊങ്ക, തേങ്കായ്, പൂവിൻ നന്മകൾ. അതിൻ്റെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഓഫ് കോക്കനട്ട് ആപ്പിൾ. അങ്ങനെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് കോക്കനട്ട് ആപ്പിൾ. നമ്മളുടെ പൊങ്ങ്, അതിൻ്റെ ഗുണങ്ങളാണ് ഈ എഴുതിയിരിക്കുന്നത്. തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. മുഴുവൻ നമുക്ക് വായിക്കാൻ കിട്ടില്ല. തമിഴിലുണ്ട്, അതിന് നേരെ തന്നെ ഇംഗ്ലീഷും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ബാംബു ബാത്ത് ടവൽ. ഓഹോ, ബാംബു കൊണ്ടൊക്കെ ടവൽ ഉണ്ടാക്കിയിരിക്കുക. അതൊരു സംഭവമാണല്ലോ. ബാംബു ബാത്ത് ടവൽ. Bamboo towels. Wow, Regular bath. that's nice. Yeah, made from pure bamboo yarn. Is it? Yes, we are into weaving community for third generation. How much of this? This is pure bamboo 600. Sir, I'll call you back, sir. Or 10 minutes, basically. And what other towel you have? And we have 100 plus varieties of towels. All bamboo? Pure cotton. This is No, bamboo. this is pure cotton and pure bamboo. Only organic cotton and pure. What is organic? Organic in the sense, like, there is no mixing of any polyester. Okay. 100% cotton. Yeah, this is bamboo blended. What is the cost of that? 350, 250, 600. 100% cotton. 100% cotton. And bamboo? Bamboo is 600. 600. And if it is blended with cotton, it is 350. Okay. And this is pure cotton. ഓക്കെ, ഇവിടെ അപ്പോൾ കോട്ടൺ 100% കോട്ടൺ, അതേമാതിരി 100% ബാംബു. ബാംബു എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുളയെന്ന് ഉണ്ടാക്കിയ, ഈറയെന്ന് ഉണ്ടാക്കിയ, വിശ്വസിക്കാൻ പറ്റില്ല, ഇത് ഫുള്ള് ഈറയെന്ന് ഉണ്ടാക്കിയതാണ്. നമ്മളുടെ മുളയും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടവലാണ്. അത് 600 രൂപയാണ് അതിൻ്റെ വില. അതിൽ അവർ എന്തൊക്കെയോ കാണിച്ചു തരുന്നുണ്ട്, പരീക്ഷണങ്ങൾ, വെള്ളമൊക്കെ തളിച്ചിട്ട് നമുക്ക്. See the absorption. That is all bamboo. Yeah, bamboo. So it's absorbed. Much faster than the cotton. 3 times it absorbs faster. Okay. And it dries quickly. Okay, fine. Want to give a try any of the towels? We will come. അവരത് 600 രൂപയാണ് വില പറയുന്നത്. അതേമാതിരി കോട്ടണ് 300, 350, 300 അങ്ങനെയൊക്കെയാണ്. 250 അതൊക്കെ. 100 rupees also there. What is the difference between this and that? See, the dyeing is different. And size also? No, size is same. Size is quite large enough then, to wrap around. Then? See, the yarn count. Okay, only design. Designs. Okay. So this is 1 kg towel. Okay. Per kg 700, 699. In 1 kg, how many towels are there? 7 towels. 7 towels, 1 kg.
Yeah. So if you get it kg wise, you'll get it 700. 1 kg 700. Okay. Then 6 towel we will get. 7 towels. Okay. Fine. ഇത് കൗ ഡങ് ഹാൻഡിക്രാഫ്റ്റ്. ഇത് ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. ചാണകം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ചാണകം കൊണ്ടിട്ടുള്ള ഒരു രുദ്രാക്ഷത്തിൻ്റെ ആ ഒരു ഇതെല്ലാം ചാണകം കൊണ്ടാണ്. പശുവിൻ്റെ ചാണകം കൊണ്ട്, ഇതെല്ലാം ചാണകം കൊണ്ടാണ്. ഇതെല്ലാം ഒരു കൗതുകം തന്നെയാണ്. അപ്പോൾ ഇത് ഒരുപാട് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ നമുക്ക് വേണം അവിടേക്ക് ഇവിടെ. കാരണം വെച്ചാൽ പണ്ടൊന്നും നമ്മളിങ്ങനെ വരുമ്പോൾ നേരിട്ട് നമുക്ക് നടക്കാനും, അതുകൊണ്ട് അന്ന് ഇത്രയും രാത്രിയാകുമ്പോൾ തിരക്കുണ്ടാവും, പ്രത്യേകിച്ചും ശനി ഞായറും ഒക്കെ. ഇപ്പോൾ പക്ഷേ ഒരുപാട് നമ്മൾ വളഞ്ഞും ഈ കടകളൊക്കെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടേക്ക് എത്താൻ. കാരണം അങ്ങനെ എൻട്രൻസൊക്കെ, അങ്ങനെ നേരിട്ടുള്ള എൻട്രൻസൊക്കെ അടച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് വഴി ഉള്ളത് ഇപ്പോൾ. അപ്പോൾ ഇവിടെ ഈ കടകളൊക്കെ ഇതൊക്കെ കണ്ട് ഇത് ഓരോരുത്തരുടെയും അവർക്കൊരു ബിസിനസ്സുമായി, കുറേ ആൾക്കാർക്ക് ബിസിനസ് ചെയ്യുന്ന ഒരു സംഭവവുമായി ഇവിടെ വരുമാന മാർഗം കുറേ ആളുകൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതാണ് ഇവിടെ. അപ്പോൾ ആൾക്കാർക്ക് ഒരു ഷോപ്പിംഗ് ചെയ്യണം എന്നുള്ളവർക്ക് ഷോപ്പിങ്ങും ചെയ്യാം, അല്ലാത്തവർക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം കുറച്ച് നേരം. ഇത് നമ്മളുടെ വാഴപ്പൂവും കൊണ്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം. വാഴപ്പൂ കൊണ്ടുള്ള ആ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൗഡർ, അതിനെ നിങ്ങൾ ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ മാതിരി പാലിലോ വെള്ളത്തിലോ ഒക്കെ കലക്കി കുടിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സംഭവമാണ് ഇതൊക്കെ. അതവർ സാമ്പിളും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അതേമാതിരി വാഴപ്പൂവിൻ്റെ ആ ഒരു ഇതെന്നത് ഈ എന്താ കുപ്പിയിൽ വാഴപ്പൂവിൻ്റെ ആ ഒരു പരിപ്പുണ്ട് അതിൽ, അപ്പം അതിൻ്റെ പൊടിയാണ്. അപ്പം നമ്മൾ വാഴപ്പൂ കൊണ്ടുള്ള ഒരു ആ ഒരു ബനാന ഫ്ലേവർ മാൾട്ടിൻ്റെ അത് വാങ്ങിച്ചു. അതേമാതിരി തന്നെ നമ്മൾ കുറേ ഐറ്റംസ് നമ്മളുടെ ആൾക്കാർ വാങ്ങിച്ചു. ഇഡ്ഡലിപ്പൊടി, വാഴപ്പൂ കൊണ്ടുള്ള ഇഡ്ഡലിപ്പൊടി, തൊക്ക്, നമ്മൾ ഈ തക്കാളി തൊക്ക് എന്നൊക്കെ പറയണ മാതിരി വാഴപ്പൂ കൊണ്ടുള്ള തൊക്ക്, അതൊക്കെ നമ്മൾ കുറേ ആൾക്കാർ കുറേ സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ലെറ്ററുകൾ അങ്ങനെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതൊക്കെ ഇതാക്കാൻ, അതേമാതിരി ചാവി തൂക്കി വയ്ക്കാം നമുക്ക്. അതിനൊക്കെ ഉള്ള സംഭവങ്ങളാണ്. ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കാനുള്ള സ്റ്റാൻഡ്, നെല്ലിക്കയും കൊണ്ടുള്ള എന്തൊരു ആംല സർബത്ത്. ഇവിടെ പല കളറിലുള്ള ഇതെന്തൊക്കെയോ ഓയിലുകൾ, സീസം ഓയിൽ, പീനട്ട് ഓയിൽ, ഒരുപാട് സ്വീറ്റ്സ് ഐറ്റംസ്, ഒരുപാട് കാജു കത്തിരി, ആമാതിരി. ഗ്രീൻ ചില്ലിയും കൊണ്ടടക്കം സ്വീറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നു. എരിവുള്ള സാധനം കൊണ്ട് മധുരം, അങ്ങനെ പല അത്ഭുതങ്ങളൊക്കെയാണ് ഇവിടെ. ഇനി അപ്പം നാളെ നമ്മൾ ഷോപ്പിംഗ് ഇതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഈശയുടെ അവിടേക്ക്. അപ്പോൾ ഇവിടെ ഏകദേശം 6:30 നമ്മൾ 6:30 സമയം. ഇനിയിപ്പോൾ ഇവിടെ ബൾബുകളൊക്കെ ഇട്ട് ഇനിയാണ് ഇവിടെ കാണാനൊക്കെ ഒരു രസം ഉണ്ടാവുക. തിരക്കുമൊക്കെ ഇനി വന്നുകൊണ്ടിരിക്കും. ഇവിടുത്തെ കുട്ടികളെ ആകർഷിക്കുന്ന പല സംഗതികളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ജയൻറ്റ് വീല്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ മുമ്പത്തെ കാട്ടിലൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി ഇവിടെ എന്തൊക്കെയൊക്കെയോ വിവരണങ്ങളും ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ രസമുണ്ട്. തമിഴിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഇതവിടെ നമ്മുടെ കൈത്തറി, നമ്മളുടെ മുണ്ട്, ഷർട്ട്, ഇതൊക്കെ കൈത്തറി എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡെമോ.
രസകരമായിട്ടുള്ളൊരു കാഴ്ച. ഇവിടെ എന്താണ് സംഭവം നോക്കാം. പനഞ്ചക്കര അല്ല, പനവെല്ലം. അല്ല മലയാളം தமிழ் தெரியும். அதுதான் சக்கரைன்னு நாங்கள் சொல்லுவோம். நாங்கள் பனஞ்சக்கரைன்னு சொல்லுவோங்க. ഇത് നമ്മളുടെ മധുരസേവ. ഇതെന്നത് കരിപ്പട്ടി മുട്ടായി. ഓക്കെ ഓക്കെ. പനഞ്ചക്കരയും കൊണ്ടുണ്ടാക്കിയ മുട്ടായി കേട്ടോ. ടേസ്റ്റ് ഇവർക്ക് കൊടുക്കുക സാർ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ അങ്ങനെ കുറേ സ്റ്റാളുകളുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പലവിധ കാഴ്ചകൾ കണ്ട് നടന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പോൾ ഇതാ ഇവിടുത്തെ ബൾബുകളെല്ലാം ലൈറ്റുകളെല്ലാം പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നടന്ന് ഏകദേശം ആ ഒരു ഭീമാകാരമായിട്ടുള്ള ശിവപ്രതിമയുടെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇനി ഏതാനും മിനിറ്റുകളല്ല, ഒരു കഷ്ടിച്ച് 1/4 മണിക്കൂറോളം ഉണ്ട് ഇനിയും. അത് കഴിഞ്ഞാൽ ഈ ലൈറ്റുകളെല്ലാം ഓഫാവും. പിന്നെ ആ ശിവപ്രതിമയിൽ മാത്രമാവും ലൈറ്റുകളുടെ ഒരു കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്തെല്ലാമോ വിസ്മയങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. അത് കാത്തിരിക്കാം നമ്മൾക്ക്. നമ്മൾ ഇഷയുടെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് പാട്ടും ഡാൻസും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ പടുകൂറ്റൻ സ്ക്രീനുകൾ ഓരോ ഭാഗത്ത് വെച്ചിരിക്കുന്നു. കാരണം ദൂരെയുള്ളവർക്കും കണ്ട് ആസ്വദിക്കാനായിട്ട്. നമ്മൾ ദൂരെ നിന്ന് കാണുന്നത് പോലെയല്ല, അടുത്തേക്ക് എത്തുന്തോറും ആ ശിവപ്രതിമ വളരെ ഭീമാകാരമാണെന്ന് നമ്മൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ചുറ്റും മലനിരകളായിട്ടുള്ള 150 ഏക്കറോളം വിസ്തൃതിയിലുള്ള ഒരു ഭൂപ്രദേശത്താണ് ഈ ഒരു ഈശ യോഗ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. 1992 ഈ ഒരു ഈശ യോഗ സെൻറ്റർ ഇവിടെ തീർക്കപ്പെട്ടിട്ടുള്ളത്. യോഗ പരിശീലനവും മറ്റും നടത്തി വരാറുണ്ട് ഇവിടെ. തിരക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ ചെയറുകളിലും ആളുകൾ എത്തിയിട്ടില്ല എങ്കിലും ഒരുപാട് ആളുകൾ ഇനിയും വരാനുണ്ട്. സമയമായി വരുന്നതേയുള്ളൂ. അത് വരുമ്പോഴേക്കും ഇവിടെ എല്ലാം ജനനിബിഡമാകും. സാധാരണഗതിയിൽ 7 മണിക്കാണ് ഈ ഒരു പ്രദർശനം ആരംഭിക്കുക. ചിലപ്പോൾ മാത്രം എന്തെങ്കിലും കാരണവശാൽ 5-10 മിനിറ്റ് വൈകിയാലും ചിലപ്പോൾ വൈകാറുണ്ട്. അങ്ങനെയെല്ലാം. അപ്പോൾ സമയമാകുന്നതുവരെയും ഈ വിധത്തിൽ ഡാൻസും പാട്ടുമെല്ലാം ഇവിടെ ഉണ്ടാകും. കാരണം വന്നിരിക്കുന്നവർക്കും മുഷിപ്പ് തോന്നരുത്, അതിനു വേണ്ടിയിട്ടുള്ളതാകാം അതെല്ലാം. ദിവസേന വന്നു പോകുന്നവരല്ലാതെ ഇവിടെ താമസിച്ച് 1-2 ദിവസമെല്ലാം ഇവിടെ താമസിച്ച് ഈ ഒരു അനുഭവമെല്ലാം ആസ്വദിച്ചിട്ട് പോകുന്നവരുമുണ്ട്. ഈ ഒരു പ്രദർശനവും ഇതെല്ലാം തന്നെ തീർത്തും ഫ്രീ ആണ്. ഇതിനൊന്നും തന്നെ പൈസയൊന്നും ഈടാക്കുന്നില്ല. ഇതെല്ലാം തികച്ചും ഫ്രീ ആണ്. നമ്മൾ നേരത്തെ കുറേ യൂറോപ്യൻസിനെ കണ്ടു. ഒരുപാട് രാജ്യത്തിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ. അവരെല്ലാം 2-3 മാസമായിട്ട് ഇവിടെ തന്നെ സ്ഥിര താമസമായിട്ടുള്ളവരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമയമടുക്കും തോറും ഇവിടുത്തെ സീറ്റുകൾ എല്ലാറ്റിലും ആളുകൾ വന്ന് നിറയുകയാണ്. സമയം ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും വെളിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അനേകം ആളുകളെ നമ്മൾക്ക് കാണാം. അവരും കൂടെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ജനസാന്ദ്രമാകും. ഏതോ ഉന്മാദാവസ്ഥയിൽ എന്നതുപോലെ തന്നെ ഇവിടെ വെളിയിലും ഇവിടെ ആളുകൾ, ഒരുപറ്റം ആളുകൾ അവർ സ്വയം മറന്ന് ലഹരിയിൽ ആ ഒരു നൃത്തച്ചുവട് വയ്ക്കുകയാണ്. ഇതെല്ലാം ഇവിടുത്തെ നിത്യ കാഴ്ചകളാണ്. കാരണം നമ്മളെ തന്നെ സ്വയം മറന്ന് ആ ഭക്തിയിൽ ലയിച്ച് അവിടെ വയ്ക്കുന്ന ആ ഒരു ഭക്തി ഗീതത്തിനോട് അതിനനുസരിച്ച് ചുവട് വയ്ക്കുന്ന യുവതികളെയും യുവാക്കളെയും പ്രായമായവരെയും എല്ലാം നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരുവിധം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. ഭയങ്കര തിരക്ക്. എല്ലാ സീറ്റും ഇപ്പോൾ എത്ര മണിക്കാണ് ഇതിൻ്റെ എന്താണ് പരിപാടി നമുക്കറിയില്ല. 7:30 വരെക്കായിരിക്കും. 7:30 കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ കാലിയാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പരിപാടി, ഈ ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ
എത്ര മണി വരെ ഉണ്ടാവും എന്നറിയില്ല. We welcome you all to Adiyogi Divya Darshanam. Adiyogi Divya Darshanam is a profound depiction of Adiyogi's unparalleled contribution to humanity, the science of yoga. You can witness this wondrous and powerful video imaging show every day at 7 p.m. For a better experience, please remain seated in the seating area throughout the show. Kindly avoid standing during the show. എന്തായാലും 5-10 മിനിറ്റെല്ലാം വൈകിയിരിക്കുന്നു. അനൗൺസ്മെൻ്റ് എല്ലാം വന്നിരിക്കുന്നു. ഷോ തുടങ്ങുമ്പോൾ നിങ്ങൾ എണീറ്റ് നിൽക്കരുത്, മറ്റുള്ള നിങ്ങളുടെ പുറകിലുള്ള ആളുകൾക്ക് അത് കാഴ്ചകൾ മറക്കരുത് എന്നെല്ലാം പറഞ്ഞ് അനൗൺസ്മെൻ്റ് എല്ലാം വന്നിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാ ലൈറ്റുകളും ഇവിടുത്തെ പരിപൂർണമായിട്ടും അണയും. അതിനുശേഷം എല്ലാവരുടെ കണ്ണുകളും ആ ശിവബിംബത്തിലായിരിക്കും. ആ ഒരു മാജിക് ഷോ കാണാൻ നമ്മളും തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ലൈറ്റുകളെല്ലാം അണയും. ചന്ദ്രക്കല മാത്രമായി ഓരോ കണ്ണുകള് ഓരോ ലൈറ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു അത്ഭുത കാഴ്ച തന്നെയാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ, സൂപ്പർ. ഓരോ കളറായിട്ട് വരുന്നുണ്ട്. കാണുന്ന കാഴ്ച തന്നെയാണ്. സൂപ്പർ സൂപ്പർ. നമ്മളപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തുവെങ്കിലും അതിനൊക്കെ ഒരു വില ഉണ്ടായിരുന്നതാണ്. ഭയങ്കര രസമായിട്ടൊരു സംഭവം. ഭയങ്കര വൈബാണിത്. സൂപ്പർ സൂപ്പർ സൂപ്പർ. All 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some moment, he danced wildly. ശിവതാണ്ഡവം നമുക്കിടയ്ക്ക് കാണാം. ശിവതാണ്ഡവത്തിന്റെ ആ ഒരു ഡാൻസ് ചെയ്യുന്നതിന്റെ. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adiyogi. പാമ്പ് എഴഞ്ഞു പോകുന്ന ഒരു സീനാണ്. ദേഹത്തൂടെ പാമ്പ്, ഇവന്റെ കഴുത്തിലൂടെ പാമ്പ് എഴഞ്ഞു പോകുന്ന ഒരു സീന്.
magnificent state of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed. Devi Parvati, seeing Adiyogi reveling in ecstatic states, said, "I want to have what you have. Show me the way." Seven sages, the Saptarishis, took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization. ഫ്രണ്ട്സ്, അപ്പോൾ ഇഷയിലെ നമ്മളുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടുത്തെ ലൈറ്റുകളെല്ലാം തന്നെ തെളിയുന്നതാണ്. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും തന്നെ ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബൈ, എൻജോയ്.